മട്ടന്നൂരിലേക്ക് അർജുൻ മട്ടന്നൂർ, അനന്തകൃഷ്ണനിൽ നിന്ന് വ്യക്തമാകേണ്ടത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ രീതിയിൽ ഈ സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് എത്ര വീതം പണം തന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതടക്കമാണ്. ഈ പണം തിരിച്ചു നൽകാനോ സാധനങ്ങൾ തിരിച്ചു നൽകാനോ അനന്തകൃഷ്ണന് കഴിയുമോ എന്നതും ബോധ്യമാകേണ്ടതുണ്ട്. ഈ പകുതി വില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണൻ ഈ കുറ്റം സമ്മതിക്കുകയാണോ അതോ താൻ ചെയ്തതൊരു തട്ടിപ്പല്ല എന്ന് വാദിക്കുകയാണോ ആ ഹ്രസ്വമായ പ്രതികരണത്തിൽ? സുജയ, 1000 കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അനന്തകൃഷ്ണൻ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പക്ഷേ പോലീസിന് ഇത്രയും തട്ടിയ പണം എവിടേക്കാണ് ഇയാൾ മാറ്റിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇക്കാര്യം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 19 അക്കൗണ്ടുകൾ, അനന്തകൃഷ്ണന്റെ പേരുള്ള 19 അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടി എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് സഹോദരി ഭർത്താവിൻ്റെയും ഒക്കെ തന്നെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതാണ് സംശയം. ഇടുക്കി, അതോടൊപ്പം തന്നെ തൊടുപുഴയുടെ ഇയാളുടെ വീടിനടുത്തുള്ള പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത്. എന്തായാലും നേരത്തെ അറസ്റ്റിലായ അനന്തകൃഷ്ണനെ ഇപ്പോൾ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് അനന്തകൃഷ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനിയുള്ള 5 ദിവസം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഏത് തരത്തിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്, ഈ തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അതോടൊപ്പം തന്നെ ഈ തട്ടിയ തുക എങ്ങോട്ടേക്കാണ് മാറ്റിയത് എന്ന കാര്യങ്ങളിലാണ് അതിന് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും വിദേശത്തേക്കടക്കം പണം കടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നേരത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അനന്തകൃഷ്ണൻ പറയുന്നത് ഇത്തരത്തിൽ അത്തരത്തിലൊരു താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ, ഇത്തരത്തിലുള്ള NGO-കളാണ് പ്രവർത്തിച്ചത്, അത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന ഹ്രസ്വമായ പ്രതികരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ED കൂടി ഈ കേസിലെ പ്രാഥമിക വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റാണ് പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെമ്പാടുമുള്ള തട്ടിപ്പുകൾ, ഇത്തരത്തിൽ വലിയ തോതിൽ കള്ളപ്പണം അടക്കം എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം, ഇതൊക്കെ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തകൃഷ്ണന്റെ എതിരായ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ ഏറ്റെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. വ്യാപകമായി ഇത്തരത്തിൽ ഓരോ ദിവസവും പുതിയ പരാതികൾ വരുന്നുണ്ട്. മാത്രവുമല്ല, ഉന്നത ബന്ധങ്ങളടക്കം പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒപ്പം അടക്കം ഫോട്ടോ എടുക്കാൻ പാകത്തിൽ ഇയാൾക്ക് ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടായത് എന്ന തരത്തിലൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ 5 ദിവസത്തേക്ക് അനന്തകൃഷ്ണനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 5 ദിവസം ഇയാളെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ തെളിവെടുപ്പ് നടത്തും. സുജയ.